ഡാനി ചേരുന്നുണ്ട്. കൊച്ചിയിൽ എറണാകുളം സ്വദേശിയായിട്ട് നടിയുടെ 7 പേർക്കെതിരായിട്ടുള്ള പരാതിയിൽ അവിടെ നടപടി പുരോഗമിക്കുകയാണ്. ഡാനി, ഇന്നലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇനി എന്താണ് ഇപ്പോൾ ഇന്നത്തെ നടപടിയിൽ? എന്താണ് മൊഴിയെടുക്കൽ? അത് പൂർത്തിയാകുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ഒരു നടപടികൾ എന്ന് പറയുന്നത് ഇവരുടെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തലാണ്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തലാണ്. അത് അവരോട് തയ്യാറായിരിക്കുക എന്ന സന്ദേശം തന്നെയാണ് ഇന്നലെയും നൽകിയത്. അത് ഏത് സാഹചര്യത്തിൽ ഏത് സമയത്തും ഉണ്ടാകാം. കാരണം കോടതിയിൽ നിന്ന് ഒരു അനുമതി ലഭിക്കുന്ന, അവിടെ നിന്ന് ആ സമയം ലഭിക്കുന്നു. കാരണം ഇത് കുറച്ച് സമയം വേണ്ടി വരുന്നതാണ് പൂർണ്ണമായും തന്നെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായും ഇവർ ആ കോടതിയുടെ ഒരു സമയം കൂടി സജ്ജമാക്കിയതിനു ശേഷം വരുന്ന ഒരു മണിക്കൂറിൽ തന്നെ അതിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ രഹസ്യമൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് നടന്മാരുടെ ഒരു കാര്യം. ഇന്നലെ മുകേഷ് അറസ്റ്റിന് 5 ദിവസത്തേക്ക് ഒരു തടയിടൽ നേടിയിരുന്നു. താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെ നേടിയിരുന്നു. ഇതേ വഴി തന്നെയാണ് മറ്റ് നടന്മാരും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. സിദ്ദിഖ കോടതിയിൽ നിന്ന് ഇതിന്റെ FIRന്റെ പകർപ്പും മറ്റു വിശദാംശങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നടന്മാരും തന്നെ ഈ ആരോപണ വിധേയരായവർ തന്നെയും ഈ രീതിയിലേക്ക്, നിയമത്തിന്റെ വഴിയിലേക്ക്, അതിൽ നിന്നൊരു പരിരക്ഷ നേടുന്നതിന് വേണ്ടി താൽക്കാലികമായെങ്കിലും ആ രീതിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം ഇതിൽ കൊച്ചിയിലെ യുവനടിയുടെ പരാതിയിൽ അവസാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ വിച്ചുവിനെതിരെയുള്ള കേസിൽ അത് അയാൾക്കെതിരെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ ചാർജ് ചെയ്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവർക്കെതിരെയാണ് കൂടുതൽ ഗുരുതരമായ വകുപ്പുകളുള്ളത്. 7 പേരും ഒരാൾക്കെതിരെയാണ് ചെറിയ രീതിയിലുള്ള വകുപ്പുകളുള്ളത്. വാട്സപ്പിൽ സന്ദേശം അയക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ അയാളിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി സ്റ്റേഷൻ ജാമ്യം നേടാനുള്ള ഒരു സാധ്യത വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം രഞ്ജിത്തിന് എതിരായ കേസിൽ അതിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ ഡോക്യുമെന്ററി സംവിധായകൻ ജോസഫിന്റെ മൊഴി വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ കൊച്ചിയിലെ രഞ്ജിത്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്താനുള്ള ഒരു സാധ്യത കൂടി ഇന്നുണ്ട്. തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടും മറ്റും അവിടെ ഒരു പരിശോധന നടത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരം നടപടികൾ കൂടി അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ കൂടുതൽ ആധികാരികത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. രഞ്ജിത്തിന്റെ കാര്യത്തിലേക്ക് വരും.